أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليه غضب من الله ولهم عذاب عظيم. അല്ലാഹുവിൻ. സൂറത്തു നഹ്ൽ 106. മൻ കഫറ, ആര് നിഷേധിച്ചുവോ, ബില്ലാഹി, അള്ളാഹുവിനെ, മിൻ ബഅദി ഈമാനിഹി, അവൻ്റെ വിശ്വസിക്കലിന് ശേഷം. ഈമാൻ എന്നുള്ള വാക്ക് വിശ്വാസം എന്ന അർത്ഥത്തിൽ പറയും. അതുപോലെ വിശ്വസിക്കൽ, നമ്മൾ മലയാളത്തിൽ തീറ്റ എന്നൊക്കെ പറയുന്നത് പോലെ, തീറ്റ വാങ്ങി എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനം വാങ്ങി എന്നാണ്. അവൻ്റെ ഒരു തീറ്റ എന്ന് പറഞ്ഞാൽ അവൻ നന്നായിട്ട് തിന്നുന്നു എന്നാണ് അർത്ഥം എന്നതുപോലെ. ഇല്ലാമൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ. വഖൽബുഹു, അവൻ്റെ മനസ്സ് ആയ അവസ്ഥയിൽ. മുത്മഇന്നുൻ, തൃപ്തിപ്പെട്ടത് അല്ലെങ്കിൽ സമാധാനമടഞ്ഞത്. ബിൽ ഈമാനി, ഈമാൻ കൊണ്ട്. വലാക്കിൻ, പക്ഷേ. മൻ ഷറഹ, ആര് വിശാലമാക്കിയോ, ബിൽ കുഫ്രി, കുഫ്ർ കൊണ്ട്, സ്വദുറൻ, നെഞ്ചിന് അല്ലെങ്കിൽ ഹൃദയത്തെ. ഫഅലൈഹിം, അപ്പോൾ അവർക്ക് മേലുണ്ട് ഗളബുൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള കോപം. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, ഗുരുതരമായ ശിക്ഷയും അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയും. മുകളിൽ ദീനിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി ഖുർആനിനെ തന്നെ ഉപയോഗിച്ച് എതിരാളികൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ, അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞു. പിശാചിന് യാതൊരു നിയന്ത്രണവും വിശ്വാസികളുടെ മേലുണ്ടാകുകയില്ല എന്നും പറഞ്ഞു. അതുപോലെ എതിരാളികളാണ് യഥാർത്ഥത്തിൽ കള്ളം കെട്ടിച്ചമക്കുന്നത് എന്ന് തിരിച്ച് ആരോപിക്കുകയും ചെയ്തു. ഇനി ഈ എതിർ ശ്രമങ്ങളൊക്കെ വിശ്വാസികളിൽപ്പെട്ട ആളുകളെ എങ്ങനെ ബാധിക്കുന്നു? പ്രത്യേകിച്ചും മക്കയിൽ അത് വലിയൊരു കിടമാത്സര്യം പോലെ എടുത്തിരുന്നു നിഷേധികൾ. അതാണ് 92-ാമത്തെ ആയത്തിൽ ഉമ്മത്തുകൾ തമ്മിലുള്ള മത്സരത്തിന് ഒന്നൊന്നിനെ തോൽപ്പിക്കാൻ ശപഥം ചെയ്ത് ചതിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുക എന്ന കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ശ്രമങ്ങളിൽ പെട്ടിട്ട് ഒരാൾ പിന്തിരിയുകയാണെങ്കിൽ, അതാണ് ഇവിടെ പറയുന്ന അടിസ്ഥാന വിഷയം. മൻ കഫറ ബില്ലാഹി ബഅദ ഈമാനിഹി, പിന്നെ ഉള്ളത് അതിൻ്റെ എക്സ്ക്ലൂഷനാണ്. അത് നമുക്ക് പിന്നീട് പറയാം. മൻ കഫറ ബില്ലാഹി ബഅദ ഈമാനിഹി, ഈമാനിന് ശേഷം ഒരാൾ കുഫ്ർ കൈക്കൊണ്ടു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഷറഹ ബിൽ കുഫ്രി സ്വദറൻ, കുഫ്റിനെ നന്നായി ഉൾക്കൊണ്ടു എന്നർത്ഥം. കുഫ്റിന് മനസ്സ് വിശാലമാക്കി എന്ന് പറഞ്ഞാൽ ഇനി കുഫ്ർ മതി, അതനുസരിച്ച് ജീവിച്ച് സുഖസുന്ദരമായി മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചാൽ, ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അവന് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും. കാരണം അവൻ ഇത് അംഗീകരിച്ചത് ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ, ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് തൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളുടെ പേരിൽ നടപടിയൊന്നും എടുക്കുകയൊന്നുമില്ല. കാരണം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അധികാരമില്ലാത്ത നേതാവാണ്. പക്ഷേ എന്ന് കരുതി അള്ളാഹുവിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് കരുതേണ്ടതില്ല എന്ന കടുത്ത താക്കീതാണ്. ഇത് എല്ലാ കാലത്തും ബാധകമാണ്. ദുനിയാവിന് വേണ്ടി ദീന് കൈയൊഴിക്കുക ബോധപൂർവം, അങ്ങനെ ഏത് കാലത്ത് ആര് ചെയ്താലും ഫഅലൈഹിം ഗളബും മിനല്ലാഹി, അള്ളാഹുവിന്റെ കോപമുണ്ടാകും. ദുനിയാവിലെ കാര്യമാണ് ഈ കോപം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കോപത്തിനിരയായിട്ടാണ് അവർ ജീവിക്കേണ്ടി വരിക. വലഹും അദാബുൻ അളീം, അവർക്ക് ഗുരുതരമായ ശിക്ഷ പരലോകത്തും ഉണ്ടാകും എന്നർത്ഥം. എന്നാൽ ഇതിൽ നിന്ന് ഒഴിച്ചു നിർത്തപ്പെട്ട ചില ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എതിരാളികളുടെ ഈ സമ്മർദ്ദത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്ന റിവായത്തുകൾ അനുസരിച്ച് ഇത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്നാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹത്തിന്റെ മാതാവിനെ പീഡിപ്പിച്ചു കൊന്നു, അതുപോലെ പിതാവിനെ കൊന്നു. അവർ രണ്ടുപേരും യാസിറും സുമയ്യയും ആണ് ആദ്യത്തെ രക്തസാക്ഷികൾ. അവരെയൊക്കെ കൊന്ന ഖുറൈശികൾ ഇദ്ദേഹത്തെയും പീഡിപ്പിച്ചു. മാതാവും പിതാവുമൊക്കെ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങുകയാണെങ്കിൽ, മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വളരെ ശക്തമായി പീഡിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം കുഫ്ർ കൈക്കൊണ്ടു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുകയും അതുപോലെ വിഗ്രഹങ്ങളെ പുകഴ്ത്തുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷേ ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊന്നും ആത്മാർത്ഥമായി പറഞ്ഞതല്ല. പകരം മർദ്ദനത്തിന്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വല്ലാത്ത ഗതികേടിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാടാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഉടനെ, രക്ഷപ്പെട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാ തുരിക്തു ഹത്താ സബബ്തുക, താങ്കളെ ചീത്ത പറയുന്നത് വരെ എന്നെ അവർ വെറുതെ വിട്ടില്ല, ഞാൻ വിടപ്പെട്ടില്ല, അഥവാ അവർ വിട്ടില്ല എന്നർത്ഥം. വദക്കർതു ആലിഹത്തഹും ബിഖൈരിൻ, ഞാൻ അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഖാല കൈഫ തജിദു ഖൽബക, നിന്റെ കൽബ് എങ്ങനെയാണുള്ളത്, എങ്ങനെ നീ കാണുന്നു നിന്റെ കൽബിനെ? ഖാല മുത്മഇന്നം ബിൽ ഈമാൻ, എൻ്റെ മനസ്സ് ഈമാൻ കൊണ്ട് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ അതിൽ സമാധാനം കണ്ടെത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈമാനിൽ സംതൃപ്തമാണ്, ഒരു സംശയമില്ല, ഒരിളക്കമില്ല ഉള്ളിൽ. പക്ഷേ പ്രയാസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണെന്ന് സൂചന. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ ആദു ഫഉദ്, അവർ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ നീ ഇനിയും പറഞ്ഞു, അഥവാ ഇനി പീഡിപ്പിക്കുകയാണെങ്കിൽ ഇനിയും അങ്ങനെയൊക്കെ പറയാം എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയായിരുന്നു. അത്തരം ആളുകളുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ്. ഇതുപോലെ കഥയുള്ള പലരുമുണ്ട്, പീഡിപ്പിക്കപ്പെട്ട ആളുകൾ. അതിൽ രണ്ടു തരം നിലപാട് സ്വീകരിച്ച ആളുകളുമുണ്ട്. ഉദാഹരണമായിട്ട് മുസൈലിമത്തുൽ കസാബിന്റെ അടുത്തുനിന്ന് രണ്ടാള്, ഒരാൾ സത്യം മുറുകെ സത്യം മാത്രം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെ. മുസൈലിമ കള്ളപ്രവാചകൻ ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ സഹാബി പറഞ്ഞത്, എനിക്ക് ചെവി കേൾക്കില്ല എന്നാണ്, കേൾക്കുന്നില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു.
മറ്റൊരാൾ നേരെ തിരിച്ച് രണ്ടും അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. രണ്ടും അംഗീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഈ സംഭവം വന്ന് പറഞ്ഞ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അമ്മാ സാഹിബുക്ക ഫമല അല ഈമാനിഹി, തൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ഈമാനുമായിട്ട് കടന്നുപോയി. വമ്മ അന്ത ഫഉഖിത്ത ബിർറുഖ്സത്തി, എന്നാൽ നീ ഇളവ് കൊണ്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അഥവാ രണ്ടും സ്വീകാര്യമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊല്ലപ്പെടണമെന്നില്ല, ഒരാൾക്ക് തിരിച്ചും ചെയ്യാം. അഥവാ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിൽ ഈമാന് വെച്ചുകൊണ്ട് വിഗ്രഹാരാധനയെക്കുറിച്ചോ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ജയ് ശ്രീരാം വിളിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം എന്നർത്ഥം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതെന്താണ്? അത് മനസ്സ് ഈമാനിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണി മാത്രമായിട്ടേ അംഗീകരിക്കുകയുള്ളൂ. എന്നാൽ അത് തന്നെ നിർബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മരണം ഏറ്റുവാങ്ങിയ ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്ഷേപിക്കാതിരുന്നത്. മക്കയിൽ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ അവസാന നിമിഷം വരെ വിട്ടുകൊടുക്കാതെ അള്ളാഹു അഹദ് അല്ലെങ്കിൽ അഹദുൻ അഹദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്ന് അദ്ദേഹത്തെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചപ്പോഴാണ് ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിട്ടയച്ചത്. അല്ലാതെ അദ്ദേഹം പറയാൻ തയ്യാറായില്ല. ചുട്ടുപഴുത്ത മണലിൽ മലർത്തിക്കടത്തി പാറക്കല്ല് കയറ്റി വെച്ച് അടിച്ച് വലിച്ചഴിച്ച് ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുകയായിരുന്നു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ആ കാലത്ത് തന്നെ സഹാബികൾക്കിടയിലുണ്ട്, പിൽക്കാലത്തുമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അബ്ദുല്ലാഹിബ്നു ഹിദാഫത്ത് സഹ്മി റോമക്കാരുടെ തടവിൽ കിടക്കുമ്പോൾ പട്ടിണിക്കിട്ടിട്ട് പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം പന്നിമാംസവും കള്ളും തിന്നാൻ കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു എനിക്കിത് ഹലാലാക്കിയതാണ്, പക്ഷേ ഞാനിത് കഴിക്കുന്നത് കണ്ട് നീ സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് കഴിക്കില്ല എന്ന് പറയുകയാണ് അബ്ദുല്ലാഹിബ്നു ഹിദാഫ റളിയല്ലാഹു അൻഹു ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം. ഈ അവസ്ഥ വരുന്ന ആർക്കും ഈ രണ്ട് ചോയ്സ് ഉണ്ട്. കാരണം പൊതുവെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു നിലപാട്, ഈ ഉക്രിഹ എന്ന വാക്ക് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ, ഇല്ലാമൻ ഉക്രിഹ പിന്നെ എന്ന് പറഞ്ഞതുപോലെ ഫമനിൽ തുറ ഖൈറ ബാഗിൻ വല ആദി, നിർബന്ധിതാവസ്ഥയിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇതേ ആശയം പ്രയോഗിച്ചിട്ടുണ്ട്. അഥവാ നിർബന്ധിതാവസ്ഥയുടെ പേരിൽ ഹറാമായ ഭക്ഷണം കഴിക്കാം, പക്ഷെ അപ്പോഴും ഒരു കണ്ടീഷനുണ്ട്, ഖൈറ ബാഗിൻ വല ആദി, നിയമലംഘനം ഉദ്ദേശിക്കാതെയും നിർബന്ധിതാവസ്ഥ നീങ്ങാൻ എത്ര വേണോ അതിൽ അധികമാകാതെയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് സൂചന. അല്ലാത്ത പക്ഷം അനുകൂല സാഹചര്യത്തിൻ്റെ മാത്രം പേരിൽ കുഫറിനെ വാരിപ്പുണരാൻ തീരുമാനിച്ചവൻ കാഫിറിനേക്കാൾ വലിയ കാഫിറായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുക. അഥവാ കാഫിറിന് ദുന്യാവിൽ അള്ളാഹു അവനോട് കോപിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയോ അങ്ങനെയൊന്നുമില്ല. പരലോകത്ത് അവനെ ശിക്ഷിക്കും, ഇങ്ങനെയാണ്. പക്ഷേ ഇഹലോകത്ത് കുഫ്റ് കൂടി ഉണ്ടാകും. ജൂതന്മാരുടെ കാര്യത്തിൽ അള്ളാഹു തആല പറഞ്ഞതുപോലെ അള്ളാഹു അയച്ച റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് തൗറാത്ത് കൊണ്ട് തന്നെ ബോധ്യപ്പെട്ട ആളുകൾ വബാഉ ബിഗളബിൻ മിനല്ലാഹ് ഉരിബത്ത് അലൈഹിം ദുല്ലത്തു വൽ മസ്കനത്തു വബാഉ ബിഗളബിൻ മിനല്ലാഹ്, നിന്ദ്യതയും പതിത്വവും അവരുടെ മുദ്രയായി, അവർ അള്ളാഹുവിൻ്റെ കോപത്തിനുമിരയായി എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈമാൻ കൈയൊഴിക്കുന്ന ആളുകളെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവുമാണ് എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പിന്നീട് ഇങ്ങനെ ചെയ്ത ആളുകളെ ബാക്കിയുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കണം, അഥവാ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആത്മരക്ഷാർത്ഥം
ഇങ്ങനെ ഇസ്ലാമിന് വിരുദ്ധമായ നിലപാട് ഉള്ളിൽ സ്വീകരിക്കാതെ പുറമെ മാത്രം സ്വീകരിക്കുന്ന ആളുകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിലൊക്കെ ഫിഖ്ഹിൽ വലിയ ചർച്ച കാണാൻ കഴിയും. ചില ആളുകൾ പറയുന്നത് അവർ പ്രത്യക്ഷത്തിൽ എന്താണോ അതാണ് ബാക്കിയുള്ളവർ സ്വീകരിക്കേണ്ടത്, കാരണം അവരുടെ ഉള്ളിലുള്ളത് അറിയില്ലല്ലോ എന്നാണ്. എന്നാൽ അല്ല, അവര് അങ്ങനെ സ്വീകരിച്ചതല്ല, ഉള്ളിലുള്ളത് ഈമാൻ തന്നെയാണ് എന്ന് യാസിർ റളിയല്ലാഹുവിനെ കുറിച്ച് കണ്ടതുപോലെ വെളിപ്പെടാൻ അവസരമുണ്ടായാൽ അവരെ മോമിനുകളായി തന്നെ സ്വീകരിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കർമ്മശാസ്ത്ര നിയമങ്ങൾ ഇതിന്റെ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിശദാംശങ്ങൾ ഇവിടെ ഒഴിവാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈമാൻ കൈവിടാതെ ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.